യേശുവേ സ്തോത്രം 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 ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 ഹാലേലൂയ. രക്ഷണി ഞങ്ങളെ വാഴ്ത്തുന്നു. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി, ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിൻ്റെ കരുതനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഒരു സ്തോത്രം ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ മധ്യത്തിലായിരിക്കുമ്പോൾ സർവ്വശക്തനായ ദൈവത്തോളം നമ്മെ നിർത്തിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പൽക്കലം ദൈവം നമ്മെ എല്ലാവരെയും കാത്തു പരിപാലിക്കുമാറാകട്ടെ. സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ചെയ്ത് ദൈവത്തിൽ നിന്ന് വിടുതലുകൾ പ്രാപിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുക ദൈവം നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവീയ വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഈ പൽക്കാലം പ്രിയ ദൈവത്തിലെ ആശയ്ക്കു വിരോധമായി ആശയോടെ വിശ്വസിച്ച ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ആശിക്കുവാൻ യാതൊരു സാഹചര്യവും മുമ്പേ ഇല്ലായിരിക്കാം. എല്ലാ അസാധ്യങ്ങളുടെ നടുവിലായിരിക്കാം. പ്രതീക്ഷിക്കോ അല്ലെങ്കിൽ സ്തോത്രം ഇനി ഇത് ലഭിക്കുമെന്നുള്ള യാതൊരു കാര്യവും മുമ്പിൽ ഇല്ലാത്ത അനുഭവത്തിലായിരിക്കും. പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആശയ്ക്കു വിരോധമായിട്ട് ആശിച്ചു തുടങ്ങി ചിലത് കരത്തിൽ ലഭിക്കുന്ന ചില വാഗ്ദത്തങ്ങൾ കരത്തിൽ ലഭിക്കുന്നത് കണ്ടുകൊണ്ട് അതിനെ ആശിച്ചുകൊണ്ട് അതിനെ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാക്കുക, അതിനെ വിശ്വസിക്കുവാൻ തയ്യാറാക്കുക. ചില ദൈവീക വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ കരത്തിൽ ലഭിക്കുവാനായിട്ട് ഇടയത്തില്ല. ചില വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിന്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്കു വിരോധമായി ആശയോടെ വിശ്വസിച്ചു. പ്രിയ ദൈവമക്കളെ, ഇവിടെ അബ്രഹാമിനെ പറ്റി അപ്പോസ്തലനായ പൗലോസ് എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യം, അവൻ ആശയ്ക്കു വിരോധമായി ആശയോടെ വിശ്വസിച്ചു. സ്തോത്രം. അങ്ങനെയൊക്കെ എൻ്റെ നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളുടെ നിറവേറൽ നടക്കണമെങ്കിൽ, അത് ജീവിതത്തിൽ വെളിപ്പെട്ടു വരണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ തലം അടുത്ത സ്റ്റെപ്പിലേക്ക് കയറണം. കാരണം നമുക്കെല്ലാം സാഹചര്യങ്ങളും ഓക്കെ ആയിരിക്കുമ്പോൾ, അനുകൂലമായിരിക്കുമ്പോൾ നമുക്കത് വിശ്വസിക്കുവാൻ എളുപ്പമാണ്. പക്ഷേ ഒന്നും നമ്മുടെ മുമ്പിൽ കാണാതിരിക്കുമ്പോൾ, ആശയ്ക്ക് വകയില്ലാതിരിക്കുമ്പോൾ, അതിന് വിരോധമായി വിശ്വാസത്തോടെ ആശിക്കുവാൻ തയ്യാറാക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. അങ്ങനെ ഈ പകൽക്കാലം സ്തോത്രം ഞാൻ പറയട്ടെ, ആശയ്ക്കു വിരോധമായിട്ട് ആശയോടെ വിശ്വസിക്കുവാൻ തയ്യാറാക്കുക. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയത്തില്ല. എന്താ ഇവർക്ക് ആശിക്കുവാൻ കാരണമില്ലാത്ത? നമുക്കറിയാം സാറയുടെ പ്രായത്തിന്റെ അനുഭവത്തെ പറ്റി കാണുവാൻ സാധിക്കുന്നു. അവിടെ പ്രായപരിധികൾ കഴിഞ്ഞുപോയി, ശരീരം നിർജീവമായിരിക്കുന്ന അനുഭവമാണ്, പതിവുകൾ നിന്നുപോയി. അപ്പോ ഇനി ഒരു തലമുറ ലഭിക്കും, ഇല്ലെങ്കിൽ ഇനി ഒരു വാഗ്ദത്തം ലഭിക്കും എന്നുള്ള യാതൊരു ആശയും അവരുടെ മുമ്പാകെ ഇല്ലാതിരിക്കുമ്പോൾ ഇവിടെ അബ്രഹാം ചെയ്യുന്നൊരു കാര്യമുണ്ട്. തന്നോട് പറഞ്ഞതായ ദൈവശബ്ദത്തെ എന്ത് ചെയ്യുന്നു? താൻ വിശ്വസിക്കുവാൻ തയ്യാറായി. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോഴും എന്നോടും നിങ്ങളോടും കേൾപ്പിച്ചതായ ദൈവശബ്ദത്തെ ഞാനും നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുവാൻ തയ്യാറാക്കണം, അതിനെ ആശിക്കുവാൻ തയ്യാറാക്കണം. ഹല്ലേലൂയ. അവിടെയാ ദൈവപ്രവൃത്തിയുടെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ആശയ്ക്കു വിരോധമായിട്ട്. കാരണം ആശിക്കുവാനായിട്ടുള്ള യാതൊരു സാധ്യതയുമില്ല. സാറയുടെ രണ്ടുപേരുടെയും ശരീരം
പ്രായത്തിന്റെ ഒരു പരിമിതിയുണ്ട്. ഹല്ലേലൂയ. പിന്നെ അവിടെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏകദേശം 100 വയസ്സുള്ള ശരീര നിർജീവമായി പോയി. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്തൊക്കെ ഗ്രഹിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവർ ആശയ്ക്ക് വിരോധമായിട്ട് എന്ത് ചെയ്തു? വിശ്വസിക്കുവാൻ തയ്യാറായി. ഒരു പടി മുന്നിൽ കയറി നിന്നിട്ട് നിനക്ക് വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് ചില വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ നാം ഓർക്കുവാൻ തയ്യാറാക്കണം. സ്തോത്ര. ഹല്ലേലൂയ. ആശിക്ക അത് ലഭിക്കാനുള്ള ഒരു സാധ്യതയില്ലായിരിക്കാം. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 15-5 വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. പിന്നെ അവനെ പുറത്തു കൊണ്ട് ചെന്ന്, നീ ആകാശത്തിലേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇവണ്ണമാകും എന്നും അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഇവിടെ കാണുവാനായിട്ട് സാധിക്കും, നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അവനോട് കൽപ്പിച്ചു. അപ്പോ ഒരു സന്തതിയെ കൊടുക്കുന്നതിനെ പറ്റി അബ്രഹാമിനോട് യഹോവയ ദൈവം ഒരു സമ്മതം ചെയ്യുന്ന ഒരു ഭാഗമാണ് 15-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ഈ ടൈമുകളെല്ലാം കഴിഞ്ഞു വന്നപ്പോ ഇവർക്ക് ഈ തലമുറ ലഭിക്കുവാനായിട്ടുള്ള യാതൊരു സാഹചര്യവും മുൻപിലില്ല. പതിവുകൾ നിൽക്കുന്നു, പ്രായങ്ങൾ കഴിഞ്ഞു പോയി. ഇതെല്ലാം മുൻപിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, അവരതിനെ അബ്രഹാം എന്ത് ചെയ്തു? ആശയ്ക്കു വിരോധമായി ആശിക്കുവാനായിട്ടുള്ള യാതൊന്നും മുമ്പിൽ ഇല്ല. ഇനി ഒരു തലമുറ കരത്തിൽ ലഭിക്കും. സാറയുടെ ഗർഭപാത്രത്തിനകത്ത് ഒരു തലമുറ ഉരുവാക്കും. ഇതൊന്നും അവർക്ക് ആശിക്കുവാനായിട്ടുള്ള യാതൊന്നും ഇല്ലാതിരിക്കുമ്പോ ആശയ്ക്കു വിരോധമായിട്ട്, അതിനപ്പുറമായിട്ട്, ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വിശ്വാസത്തിന്റെ തലത്തെ താൻ ആശിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെട്ടത്. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നീ ശബ്ദം ചിലപ്പോൾ കേൾക്കുമ്പോ ഒരു തലമുറ ലഭിക്കുവാനായിട്ടുള്ള യാതൊരു സാഹചര്യം നിന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ഡോക്ടർമാർ നിന്നെ നോക്കി പറഞ്ഞു കാണുമായിരിക്കാം. മെഡിക്കൽ റിപ്പോർട്ട് തന്ന സർട്ടിഫിക്കറ്റ് നിന്റെ കരത്തിൽ ചിലപ്പോൾ ഇരിക്കുന്നുണ്ടായിരിക്കാം. നിനക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് കൊണ്ട്, ക്വാളിഫിക്കേഷൻ കൊണ്ട് നീ ജോലിക്ക് വേണ്ടി കയറി ഇറങ്ങിയിട്ട് നിന്റെ കരത്തിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് നിനക്കിനി ഒരു ജോലി ലഭിക്കത്തില്ല എന്ന് ഓഫീസിൽ കമ്പനിയിലുള്ളവർ പറഞ്ഞു കാണുമായിരിക്കാം. നിന്റെ തലമുറയുടെ ഭാവി ഒരു അനുഗ്രഹമായി തീരുമെന്ന്, അല്ലെങ്കിൽ ആയി തീരുമെന്ന് പറയുവാനായിട്ടുള്ള യാതൊരു സാഹചര്യം കാണത്തില്ലായിരിക്കാം. എല്ലാം ആശയ്ക്ക് വിരോധമായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം നിന്റെ മുമ്പാകെ നിൽക്കുന്നത്. പക്ഷേ അതിന് വിരോധമായിട്ട് ഈ പകൽക്കാലം കേട്ട ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ നിനക്ക് വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, ആശയോടെ ഒന്ന് വിശ്വസിക്കുവാൻ ഈ പകൽക്കാലം തയ്യാറാക്കുന്നുണ്ടെങ്കിൽ, നീ ചിലത് കണ്ടു തുടങ്ങാം. നിന്റെ കയ്യിൽ ഒരു തലമുറ ഇരിക്കുന്നത്, ഹല്ലേലൂയ, നിന്റെ ഉദരത്തിനകത്ത് ഒരു കുഞ്ഞ് ഉരുവായി കിടക്കുന്നത് നീ ഒന്ന് ആശിക്കുവാൻ തുടങ്ങും. ഒന്ന് കണ്ടുകൊണ്ട് കർത്താവ് പറഞ്ഞതായ, ദൈവം നിന്നോട് കൈമാറിയതായ ആ ദൈവ ശബ്ദത്തെ നീ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെ ആശിക്കുവാൻ തുടങ്ങുക. നീ ചില കമ്പനിക്കകത്ത് അല്ലെങ്കിൽ ചില ഓഫീസിനകത്ത് നീ വർക്ക് ചെയ്യുന്നതിനെ ഒന്ന് ആശിക്കുവാൻ തുടങ്ങുക. ആശിച്ചോട്ട് വിശ്വസിക്കുവാൻ തുടങ്ങുക. ഞാൻ അവിടെ ജോലി ചെയ്യും, ഞാൻ അവിടെ വർക്ക് ചെയ്യും, എന്റെ തലമുറകളുടെ ഭാവി അനുഗ്രഹമായി തീരും. ഇങ്ങനെ പോസിറ്റീവായിട്ട് നീ ഒന്ന് ആശിക്കുവാൻ തുടങ്ങുന്നുവെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് അത് വെളിപ്പെട്ടു വരുവാനായിട്ടിടയെ തീരും. ലോകം പറഞ്ഞ വാക്കുകളെ നീ മാറ്റിവച്ചിട്ട് സർവശക്തനായ ദൈവം നിന്നോട് എന്ത് പറയുവാനായിട്ടിടയായി തീർന്നോ അതിനെ നീ ആശയോടെ വിശ്വസിക്കാൻ തുടങ്ങും. അതുകൊണ്ട് എബ്രായ ലേഖന കർത്താവ് പറഞ്ഞത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാക്കുന്നു. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്. നാം എന്ത് ആശിക്കുന്നുവോ അതിന്റെ ഒരു ഉറപ്പാണ് വിശ്വാസം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ പകൽക്കാലം ആശയ്ക്ക് വിരോധമായിട്ട് നീ എന്ത് ആശിക്കുന്നുവോ അതിന്റെ ഒരു ഉറപ്പ് നിന്റെ ജീവിതത്തിൽ വിശ്വാസമായിട്ട് പരിണമിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരുമ്പോ അത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായി തീരും.
കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, ഹല്ലേലൂയ, കാണാത്ത ഒരു കാര്യം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുന്നതായിട്ട്, നിന്റെ ജീവിതത്തിനകത്ത് നിറവേറുന്നതായിട്ട് നീ അതിനെ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, അതിനെക്കുറിച്ച് നീ ചിന്തിക്കുവാൻ, അതിനെക്കുറിച്ച് നീ ആശിക്കുവാനായിട്ട് ഇടയായിത്തീര. അവിടെ ദൈവപ്രവൃത്തി കാണും. ഹല്ലേലൂയ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നും ഇല്ല. ഹല്ലേലൂയ, ആശിക്കുന്നതിന്റെ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവവചനത്തിലുള്ള ഒരു ആശ്രയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അവിടെയാ ദൈവവചനത്തിന് നമ്മുടെ മേൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ഏത് പ്രതികൂല സാഹചര്യത്തിന്റെ മധ്യത്തിലും നമ്മോടുള്ള ദൈവീക വാഗ്ദത്തങ്ങൾ നിറവേറ്റി തരുമെന്നുള്ള ഒരു ഉറപ്പ്, ഒരു ധൈര്യം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലുണ്ട്. നാം ചിലതൊക്കെ ആശിച്ച് തുടങ്ങണം. സ്തോത്രം. ഹല്ലേലൂയ. ചില നെഗറ്റീവ് കണ്ടു, ഇനി ഇതിനകത്ത് നടക്കത്തില്ല, ഇനി ഇതൊന്നും, ഈ വാഗ്ദത്തം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള ചില നെഗറ്റീവുകളൊക്കെ നാം വിട്ടുകളയുക. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. സ്തോത്രം. നമ്മോട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. വാക്കും മാറാത്ത ദൈവമത്രേ. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിലൊരു കാര്യം ഞാൻ പറയട്ടെ. എൻ്റെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ഒരു ശബ്ദം ഞാൻ കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. ഒരു ആൺതലമുറയെ ദൈവം എനിക്ക് തരുമെന്ന്. സ്തോത്രം. എന്നാൽ നാളുകൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, അതിനെ വിരോധമായിട്ടുള്ളതെല്ലാം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. മെഡിക്കൽ റിപ്പോർട്ട് പറഞ്ഞു, ഒരു തലമുറ നിനക്ക് ലഭിക്കത്തില്ലെന്ന് പറഞ്ഞു. നാട്ടുകാരും വീട്ടുകാരും സമൂഹക്കാരും ഒക്കെ ഒരുപോലെ പറഞ്ഞു, നിനക്കൊരു തലമുറയെ ചുമക്കുവാനുള്ള ഒരു ഭാഗ്യമില്ല, നിനക്കൊരു തലമുറ ലഭിക്കത്തില്ല എന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് സ്തോത്രം PG വർഗീസ് അങ്കിൾ ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് വരുവാനായിട്ട് ഇടയെത്തുന്നു. കർത്താവിന്റെ ദാസൻ ഞങ്ങളോട് പറയുവാനായിട്ട് ഇടയെത്തുന്നു. വേറൊരു അങ്കിൾ പറഞ്ഞു ഇവർക്കൊരു തലമുറ ഇല്ല എന്ന കാര്യം അങ്കിളിന്റെ അടുത്ത് ഷെയർ ചെയ്യുവാനായിട്ട് ഇടയെത്തുന്നപ്പോ പ്രിയ അങ്കിൾ ഞങ്ങളടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ആൺതലമുറ തരുന്നതായിട്ട്, ഒരു ആൺതലമുറയുടെ പേരിട്ട് നിങ്ങൾ അവന് വേണ്ടി സ്തോത്രം ചെയ്യും. ഈ തലമുറ, ഈ പേര് ഉള്ള തലമുറ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം പറയുവാനായിട്ട് പ്രിയാങ്കൾ ഞങ്ങൾക്കൊരു വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു തന്നിട്ട് പോകുവാനായിട്ട് ഇടയെത്തുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവപൈതരെ, ഞങ്ങൾ അതുപോലെ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾക്ക് ജോസഫ് എന്ന പേരിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോസഫ് എന്ന ഒരു ആൺ പൈതലിനെ ഞങ്ങൾക്ക് തരുന്നതിനായിട്ട് ഞങ്ങൾക്ക് സ്തോത്രം പറഞ്ഞ് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയെത്തുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പറയട്ടെ, ഞങ്ങൾ എന്ത് ദൈവസ്ഥനെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായോ ആ പൈതലിനെ ദൈവം അടിയന്റെ ഉദരത്തിനകത്ത് ഹല്ലേലൂയ ജനിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു, സൃഷ്ടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്തുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ പറയുമ്പോഴും ഞങ്ങളുടെ മുമ്പിൽ ആശിക്കുവാനായിട്ടുള്ള യാതൊരു സാഹചര്യവുമില്ല, എല്ലാം വിരോധമായി നിൽക്കുകയാണ്. പക്ഷേ ആശയോടെ ഞങ്ങൾ പറഞ്ഞ ദൈവം കേട്ട ശബ്ദത്തിന് മുമ്പേ ഞങ്ങൾ അത് ആശയോടെ വിശ്വസിക്കുവാൻ തയ്യാറായി. ഞങ്ങൾ ദിനം തോറും ദൈവസേന പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ജോസഫ് എന്നൊരു തലമുറയെ, ആൺ തലമുറയെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഞങ്ങൾ അത് ആശയോടെ വിശ്വസിച്ചു. ഹല്ലേലൂയ. അത് അടിയന്റെ ഗർഭപാത്രത്തിനകത്ത് ദൈവം അത് ഉരുവാക്കി തരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മൾ ആശയ്ക്കു വിരോധമായിട്ട് ആശിക്കുവാനായിട്ടുള്ള ഒരു വകയും നമ്മുടെ മുമ്പിൽ കാണത്തില്ലായിരിക്കാം. ലോകം പറഞ്ഞിരിക്കുക, ഇനി ഇത് ലഭിക്കത്തില്ല, ഈ വിടുതൽ നിന്റെ ജീവിതത്തിനകത്ത് നടക്കത്തില്ല, നിനക്ക് ഇതിനകത്തുനിന്നൊരു നന്മ ലഭിക്കത്തില്ല, നിന്റെ ഫിനാൻഷ്യൽ മേഖലയ്ക്കകത്ത്, നിന്റെ ബിസിനസ് മേഖലയ്ക്കകത്ത് ഇനി ഒരു അഭിവൃദ്ധി ഉണ്ടാകത്തില്ല. ഇതൊക്കെ നിന്നെ നോക്കി പറഞ്ഞിരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അതിന് വിരോധമായിട്ട് ദൈവം കേൾപ്പിച്ചതായ ദൈവ ശബ്ദത്തെ നിനക്കൊന്ന് വിശ്വാസത്തോടെ ഹല്ലേലൂയ കണ്ടു തുടങ്ങാൻ കഴിയുമോ? ഒന്ന് ആശിക്കുവാനായിട്ട് തുടങ്ങുമോ? അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ ചലിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെ പ്രിയ ദൈവമക്കൾ, അടിയുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ച ദൈവ ഈ പകൽക്കാലം ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ശക്തനത്രേ. ഞാൻ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്താണ്? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കണം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിന്റെ തലങ്ങൾ ഓപ്പൺ ചെയ്യണം. ദൈവപ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടണമോ? ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വെളിപ്പെടണമോ? ഒന്നാമതായി ഞാൻ നിങ്ങൾ ചെയ്യേണ്ട ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ വിശ്വസിക്കുവാൻ തയ്യാറാക്കണം. രണ്ടാമത് അബ്രഹാം ചെയ്ത ഒരു കാര്യത്തെ അവിടെ കാണുവാൻ സാധിക്കുന്നു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാക്കിയ തന്റെ ശരീരം നിർജീവമായി പോയപ്പോഴും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഹല്ലേലൂയ. അടുത്ത് ഞാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്.
മാനുഷിക വാക്കുകൾ കേൾക്കുമ്പോൾ, മനുഷ്യൻ നമ്മോട് പലതും പറയുമ്പോൾ, നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ സന്ദർഭങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് ക്ഷീണിച്ചു പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഞാനും നിങ്ങൾ വാഗ്ദത്ത നിവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതലെ, ഞാനും നിങ്ങൾ വിശ്വാസത്തിൽ ക്ഷീണിക്കരുത്, വിശ്വാസത്തിൽ ശക്തിപ്പെടണം, വിശ്വാസത്തെ ബലപ്പെടണം. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുന്ന അവസ്ഥകൾ കടന്നു വരുമ്പോ പറയണ, എന്നോട് വാഗ്ദത്തം ചെയ്തത് അല്ലെങ്കിൽ ഒരു മനുഷ്യനല്ല, സർവശക്തനായ ദൈവമാണ് എന്നോട് വാഗ്ദത്തം പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാക്കണം. വാഗ്ദത്തത്തിന്റെ ഹല്ലേലൂയ വാക്കുകൾ പറയുവാനായിട്ട് ഇടയായി തീർന്ന വാഗ്ദത്തത്തെ ഞാനും നിങ്ങൾ മൂവ് ചെയ്യുവാൻ തയ്യാറാക്കണം. അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഹല്ലേലൂയ കാത്തിരുന്ന് ക്ഷീണിച്ചു പോയോ ദൈവീയ വാഗ്ദത്തത്തിന്റെ മുമ്പാകെ? ഇനി നടക്കുവാൻ സാധ്യതയില്ല എന്ന് നിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ വാഗ്ദത്തം എന്ത് ചെയ്യണം? ഹല്ലേലൂയ, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകരുത്. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പ്രാപിക്കുവാനായിട്ട് കഴിയത്തില്ല എന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ, നാം വാഗ്ദത്തത്തിൽ നാം എന്ത് ചെയ്യണം? ധൈര്യപ്പെടുവാനായിട്ട് ഇടയെത്തീർന്ന് ക്ഷീണിച്ചു പോകരുത്. ഏത് പ്രതികൂല സാഹചര്യം ആയിക്കൊള്ളട്ടെ, ആരും നമ്മോട് ചിലപ്പോൾ വിശ്വാസത്തിന്റെ ഒരു വാക്ക് പറയാൻ പോലും നമ്മുടെ മുമ്പിൽ കാണത്തില്ലായിരിക്കും. പക്ഷേ ഞാനും നിങ്ങളും ക്ഷീണിച്ചു പോകരുത്. കാരണം ദൈവശബ്ദം കേട്ടത് ഞാനും നിങ്ങളുമായിരിക്കുക. അതിൽ നമ്മൾ ശക്തിപ്പെട്ട് നിൽക്കുവാനായിട്ട് ഇടയെത്തുന്ന ഇവിടെ അബ്രഹാം അതാ ചെയ്തത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആകാം, കടത്തിലെ മണപ്പോലെ ആകുമെന്നൊക്കെയാ അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അബ്രഹാം എന്താ ചെയ്തത്? താൻ എന്ത് ചെയ്യുന്നു? വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. തന്റെ ശരീരം നിർജീവമായി പോയപ്പോഴും ഹല്ലേലൂയ സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവിത്വം ഗ്രഹിച്ചു. കാരണം സാഹചര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ മേൽ ഒരു തലമുറ ലഭിക്കുവാനായിട്ടുള്ള യാതൊരു സാഹചര്യവും ഇല്ല എന്ന് ബുദ്ധി കൊണ്ട് ചിന്താമണ്ഡലം കൊണ്ട് അവർ ഗ്രഹിക്കാൻ കഴിയും. ആ രീതിയിലാണ്. കാരണം ഇനി 90 വയസ്സായ 100 വയസ്സായ ഒരാളിനൊരു തലമുറ ലഭിക്കുക എന്ന് പറഞ്ഞത് ഹല്ലേലൂയ ഒരു മാനുഷിക ബുദ്ധി കൊണ്ടും അളക്കാൻ പറ്റാത്ത ഒന്നാ. പക്ഷേ പ്രിയ ദൈവമക്കളെ, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതൊക്കെയാ മാനുഷിക ബുദ്ധികൾക്ക് അപ്പുറമായിട്ടത്രേ. ഹല്ലേലൂയ. നാം ചിന്തിക്കും ഇന്ന കാര്യമുണ്ടെങ്കിൽ നടക്കും, ഇന്ന കാര്യം അനുകൂലമാണെങ്കിൽ ചില വിടുതലുകൾ നടക്കും. നോ, ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യങ്ങൾ നോക്കിക്കൊണ്ടല്ല ദൈവം നമ്മുടെ മേൽ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നത്. നമ്മുടെ മുമ്പിലുള്ള ഏതെങ്കിലും സിറ്റുവേഷനെ നോക്കിക്കൊണ്ടല്ല ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ ജീവിതത്തെ വെളിപ്പെടുത്തുന്നത്. യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരിക്കുമ്പോ, യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ നീ വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, വിശ്വാസത്തിൽ ക്ഷീണിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നിന്റെ മേൽ കിടക്കുന്ന ചില ദൈവിക വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ടു വരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ഗ്രഹിച്ചു. അവരുടെ ശരീരത്തിന്റെ ഘടനകളെ അവർ മനസ്സിലാക്കി ഗ്രഹിച്ചിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അവർ ക്ഷീണിച്ചില്ല. ഈ പകൽക്കാലം ഹല്ലേലൂയ സാഹചര്യങ്ങൾ നോക്കിക്കൊണ്ട് എവിടെയെങ്കിലും വിശ്വാസത്തിൽ നീ ക്ഷീണിച്ചു പോയോ? ഇനി എന്റെ തലമുറയ്ക്ക് ഒരു ഭാവി ലഭിക്കത്തില്ല, എനിക്ക് തലമുറയുടെ നന്മകൾ കാണാൻ കഴിയത്തില്ല, എവിടെയെങ്കിലും ക്ഷീണിച്ചു പോയോ? ഈ പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? വിശ്വസിക്കാത്ത നമുക്കൊന്നും പ്രാപിക്കുവാൻ കഴിയില്ല. കർത്താവിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ശക്തനെന്ന് ഞാൻ നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കാത്തവൻ കടത്തിരയിൽ അടിച്ചുളയുന്ന കടത്തിരയ്ക്ക് സമനെന്നാ പറയുന്നത്. അവന് ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കുവാനായിട്ട് കഴിയത്തില്ല. 2 മേഖലയുണ്ട്. പലപ്പോഴും ശത്രുവിന്റെ പദ്ധതിയാണ് നമ്മെ വിശ്വാസത്തിൽ നിന്ന് ക്ഷീണിപ്പിച്ച് കളയുക. പക്ഷേ നാം വിശ്വാസത്തിൽ ശക്തിപ്പെടണം. ഹല്ലേലൂയ. ദൈവജനം എബ്രായർക്ക് ലേഖനം 11-ാം മൊത്തം നമുക്ക് വിശ്വാസ വീരന്മാരുടെ പട്ടിക കാണുന്നു. അവർ വിശ്വാസത്താൽ ഹല്ലേലൂയ ഓരോന്ന് ചെയ്തത് പ്രാപിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇത് അനേകം പേർ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുമ്പോ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മറുപടി കിട്ടിയില്ല. ഒത്തിരി വാഗ്ദത്തങ്ങൾ എന്റെ മേലുണ്ട്. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങൾ ഓർത്തു നോക്ക, എവിടേക്കെങ്കിലും നമുക്ക് ക്ഷീണം കടന്നു വന്നു പോയിട്ടുണ്ടോ?
ശത്രു അപവാദം പറയുവാൻ, ശത്രു നമ്മുടെ വാഗ്ദത്തത്തെ തടയത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തിനകത്ത് എവിടെയെങ്കിലും പിറുപിറുപ്പ് കടന്നു വന്നു. ഹല്ലേലൂയ. അവിശ്വാസത്താൽ നമ്മുടെ വാഗ്ദത്തങ്ങൾ തടയപ്പെടുന്ന മേഖലകളുണ്ട്. ചില അവിശ്വാസങ്ങൾ കടന്നു വന്നത് വാഗ്ദത്തങ്ങളെ ഇങ്ങനെ മറ പോലെ മൂടി വയ്ക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോ ഈ പകൽക്കാലം ചില മേഖലകളെ നാം ബ്ലോക്ക് ചെയ്യണം. നാം വിശ്വാസത്തിൽ ക്ഷീണിക്കുവാനല്ല, വിശ്വാസത്തിൽ ശക്തിപ്പെടണം. ഹല്ലേലൂയ. തളർത്തിക്കളയുവാൻ ഒത്തിരി പേര് കാണുമായിരിക്കാം, നെഗറ്റീവ് പറഞ്ഞ് നമ്മെ അധൈര്യപ്പെടുത്തുവാൻ ഒത്തിരി പേര് കാണുമായിരിക്കാം. പക്ഷേ ദൈവ ശബ്ദം കേട്ട ദൈവ പൈതലേ, നീ ക്ഷീണിച്ചു പോകേണ്ട വ്യക്തിയല്ല, നീ തളർന്നു പോകേണ്ട വ്യക്തിയല്ല. നീ ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഹല്ലേലൂയ. നീ വിശ്വാസത്തിൽ ശക്തിപ്പെട്. ഈ പകൽക്കാലം ചിലതൊക്കെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോക്കിയ സ്തോത്രം. സാഹചര്യങ്ങൾ നോക്കിയ നടക്കാനുള്ള ഒരു സാധ്യത കാണത്തില്ലായിരിക്കാം. പക്ഷേ നിന്നോട് വാഗ്ദത്തം പറഞ്ഞ ദൈവത്തെ ഒന്ന് നോക്ക്. സാഹചര്യത്തെ നോക്കുന്ന, നിന്റെ ചുറ്റും കേൾക്കുന്ന മറ്റുള്ളവരുടെ വാക്കുകളിലേക്കുള്ള നിന്റെ നോട്ടത്തെ മാറ്റിവെച്ചിട്ട് നിന്നോട് പറഞ്ഞ ദൈവ ശബ്ദത്തിലേക്കൊന്ന് ചെവിചായ്ക്കേ. അതിനെ നോക്കിയിട്ട് നീ ഒന്ന് ശക്തിപ്പെട്. നിന്നോട് വാഗ്ദത്തം വെറുതെ പറഞ്ഞിട്ട് പോയ ദൈവമല്ല. ഒരു സാഹചര്യവും അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് ഇല്ലാതിരിക്കുമ്പോ സന്തതിയെ കുറിച്ച് ദൈവിക വാഗ്ദത്തം കൊടുത്ത ദൈവവും ഒരു ഉഭയസമ്മതയെ കൊടുത്ത അബ്രഹാം ഇവിടെ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയില്ല. അങ്ങനെ ഒന്നിൽ കൂടെ പ്രാവശ്യം പല വാഗ്ദത്തങ്ങൾ കേട്ടില്ലേ ഒരേ വിഷയത്തിനകത്ത്? എന്തിനാ നീ ക്ഷീണിച്ചു പോകുന്നത്? എന്തിനാ നീ അധൈര്യപ്പെട്ടു പോകുന്നത്? നിന്നോട് വാഗ്ദത്തം ചെയ്ത വിശ്വസ്തന, വാക്ക് മാറാത്ത ദൈവമാണ്. സാഹചര്യങ്ങൾ നോക്കി നീ ക്ഷീണിച്ചു പോകേണ്ട വ്യക്തിയല്ല. സാഹചര്യങ്ങൾ പ്രതികൂലമായി തീരുമ്പോഴും നീ ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ശക്തിപ്പെട്. ഇവിടെ മൂന്നാമത് കാണുവാൻ സാധിക്കുന്നുണ്ട്, അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തി നിന്ന് പൂർണ്ണമായി ഉറച്ചു. ഹല്ലേലൂയ. അതിന് തൊട്ടു മുമ്പിൽ കാണുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ദൈവത്തിനൊന്ന് നീ മഹത്വം കൊടുക്ക. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, സ്തോത്രം, എന്റെ ജീവിതത്തിനകത്ത് നടന്ന ഒരു അത്ഭുതമാണ്. ഞങ്ങളെ തലമുറ ജോസഫ് എന്ന പൈതന്നെ ഞങ്ങൾക്ക് ദൈവം തന്നതിനാ ഞങ്ങൾ കാണുന്നില്ല. പക്ഷെ ഞങ്ങൾ ഒരു ഭോഷ്കരെ പോലെ കേട്ട ദൈവ ശബ്ദത്തിന്റെ മുമ്പാകെ ഞങ്ങൾ പറയുവാൻ തയ്യാറായി. ഞങ്ങൾക്ക് ജോസഫ് എന്ന ഒരു ആൺ പൈതന്നെ തന്ന് ദൈവം ഞങ്ങളെ മാനിക്കുന്നതിനായി അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രിയ ദൈവമക്കളെ, ആള് മാറിയില്ല. പെൺപൈതന്നല്ല ദൈവം ഞങ്ങൾക്ക് തന്ന. ഞങ്ങൾ എങ്ങനെ പേരിട്ടു അതേ രീതിയിലുള്ള ഒരു ആൺ പൈതന്നെ ദൈവം ഞങ്ങൾക്ക് തന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കടന്നു വരുന്ന ചില വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ നാം എന്ത് ചെയ്യണം? അവസാനത്തോളം മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. അതിന് ക്ഷീണിച്ചു പോലെ, അതിന് നീ തളർന്നു പോകരുത്. സ്തോത്രം. കാരണം ദൈവശബ്ദം കേൾക്കുമ്പോ നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വിശ്വാസത്തിന്റെ തലം ഓപ്പൺ ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവമാണ്. ആ ഒരു വിശ്വാസത്തിന്റെ തലം നിന്റെ മേൽ ഓപ്പൺ ചെയ്യുമ്പോഴും ആ വിശ്വാസത്തിൽ നിന്ന് നിന്നെ എങ്ങനെ തളർത്തിക്കളയാമെന്ന് പറഞ്ഞ ശത്രുമണ്ഡലം വാദിക്കുവാനായിട്ടിടയത്തിലും ആ ദൈവശബ്ദം കേൾക്കുന്നതിനോടൊപ്പം തന്നെ സ്തോത്രം ശത്രുമണ്ഡലം കേൾക്കുവാനായിട്ടിടയായിത്തീരും. കേൾക്കുമ്പോ നീ കേൾക്കുന്നത് വരെ നിനക്കെതിരെ ഒരു പ്രതികൂലം ഉണ്ടാ. പക്ഷേ നീ വ്യക്തമായ ചില വാഗ്ദത്തത്തെ കുറിച്ചുള്ള ദൈവശബ്ദം കേൾക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോ നീ അത് ഗ്രഹിക്കുവാൻ തുടങ്ങി നിന്റെ ജീവിതത്തിനകത്ത് അത് വെളിപ്പെട്ടു വരും എന്ന് മനസ്സിലാക്കി കഴിയുമ്പോ ശത്രുമണ്ഡലം നിന്നെ അതിനകറ്റിക്കളയുവാനായിട്ട് ആ വാഗ്ദത്തത്തിലേക്ക് നിന്നെ കയറ്റാതിരിക്കുവാൻ പലതും നിന്റെ മുമ്പിൽ കൊണ്ടു. പക്ഷേ നാം അതിനെ ഓവർകം ചെയ്യണം. ഹല്ലേലൂയ. നാം അതിനെ ജയിക്കുവാനായിട്ട് ഇടയായി തീർണം. അതിൽ നാം വിശ്വസിക്കുവാൻ തയ്യാറാക്കണം. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അവിശ്വാസത്താൽ സംശയിക്കാതെ. അപ്പൊ അവിശ്വാസം കടന്നു വരുമ്പോ സംശയം കടന്നു വരും. സ്തോത്ര. ഇതെന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്ക് നടക്കുമോ? ഇനി ഇതിനകത്ത് ഇനി ഒരു വിടുതൽ നടക്കുമോ എന്നുള്ള ചില സാഹചര്യങ്ങൾ കടന്നു വരും. അവിശ്വാസം കടന്നു വരുമ്പോൾ ഒരു സംശയം കടന്നു വരിക. സംശയിക്കുന്നവർ കാറ്റടിച്ച് ഉലയുന്ന കടത്തിരക്ക് സമയം അവന് ദൈവത്തിങ്കിൽ നിന്ന് ഒന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല. ഈ പകൽക്കാലം ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ചില സംശയത്തെ, ഇത് നടക്കുമോ ഹല്ലേലൂയ, ആ സംശയത്തെ ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് നിന്ന് എടുത്തു കളയുക. സ്തോത്ര.
സംശയത്തിന്റെ ആത്മാവിനെ ഈ പകൽക്കാലം ചിലരുടെ ജീവിതത്തിനകത്തുനിന്ന് ദൈവത്തവരെ എടുത്തു മാറ്റുക. നീ വിശ്വാസത്തിൽ മൂവ് ചെയ്യുക, നീ വിശ്വാസത്തിൽ ധൈര്യപ്പെടുക. ഹല്ലേലൂയ. അവിശ്വാസം മുറുകെ പറ്റുന്ന ഒരു പാപമെന്ന് നമുക്ക് തിരുവചനത്തിൽ എബ്രായർ ലേഖനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ആ മുറുകെ പറ്റുന്ന പാപമായിരിക്കുന്ന അവിശ്വാസത്തെ നമുക്ക് ദൈവത്തിൽ നിന്നും പ്രാപിക്കുവാൻ കഴിയില്ല. കർത്താവിനെ വിശ്വസിക്കുവാൻ കഴിയില്ല. നെഗറ്റീവുകൾ കടന്നു വരും, ഭാരങ്ങൾ കടന്നു വരും. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് എനിക്ക് നിങ്ങൾക്ക് കയറുവാനായിട്ട് കഴിയത്തില്ല. പക്ഷെ നമ്മൾ അത് മാറ്റിവെച്ചിട്ട് അവിശ്വാസത്തിന്റെ എന്തെങ്കിലും നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോ അത് സംശയത്തിലേക്ക് അത് വേരൂന്നതിന് മുമ്പേ നാം അതിന് വേരോട് പറിച്ചു കളയണം. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രിയ ദൈവ പൈതലേ സ്തോത്രം പറയണം. അവിശ്വാസത്തെ സംശയിക്കാതെ വിശ്വാസത്തെ ശക്തിപ്പെട്ടു. എന്നിട്ട് കാണുവാൻ സാധിക്കുന്നു, ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. അതേ സ്തോത്രം. നീ ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്തു തുടങ്ങ്. സ്തോത്രം. നിന്റെ തലമുറയില്ലാത്തവരാണോ? ഒരു തലമുറ ലഭിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക്. ഒരു ജോലി ഇല്ലാത്ത വ്യക്തിയാണോ? കുടുംബജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? ഇതിനകത്തൊരു വിടുതൽ നടന്നതിനെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. നീ അനുഭവിക്കുന്ന ശരീരത്തിൽ അനുഭവിക്കുന്ന ചില രോഗങ്ങളായിരിക്കാം, അതിൽ നിന്ന് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് അരുളി ചെയ്തുവെങ്കിൽ ആ സൗഖ്യം ഹല്ലേലൂയ എന്റെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയ ദൈവ പൈതലേ നീ ദൈവത്തിന് മഹത്വം കൊടുക്ക്. നിന്റെ വായിൽ നിന്ന് മഹത്വത്തിന്റെ വാക്കുകൾ വരുമ്പോ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരുമ്പോ സ്വർഗത്തിലെ ദൈവത്തിന് മൗനമായിട്ട് ഇരിക്കുവാൻ കഴിയില്ല. ആര് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുവോ അവിടെ ഇറങ്ങി വരുവാനായിട്ട് ഇടയായിത്തീര, അവിടെ അത്ഭുതങ്ങൾ നടക്കുവാനായിട്ട് ഇടയായിത്തീര, അവിടെ വീര്യപ്രവൃത്തികൾ നടക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, വിശ്വാസത്തെ ക്ഷീണിച്ച മേഖലകളെ നീ പൊട്ടിച്ചു കളയുക. അവിശ്വാസം കടന്നു വന്ന മേഖലയ്ക്ക് നീ പൊട്ടിച്ചു കളയുക. മറിച്ച് വിശ്വാസത്തിൽ നീ ശക്തിപ്പെട്. വിശ്വാസത്തിൽ ശക്തിപ്പെട്ടുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആശയ്ക്ക് വിരോധമായി നീ ആശയോടൊന്ന് വിശ്വസിക്കാൻ തയ്യാറാക്ക്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, തലമുറ ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ തലമുറ കരത്തിൽ ലഭിക്കുന്നത് ഓർത്ത്, നിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞു ഉരുവാകുന്നതിനെ ഓർത്ത് നീ അതിനെ ആശിച്ചു തുടങ്ങ്. ഹല്ലേലൂയ. ആശിക്കുന്നതിന് നമുക്ക് ആർക്കും ക്യാഷ് കൊടുക്കണ്ട, ആരോടൊന്നും പറയണ്ട. അത് അവനവന്റെ ഉള്ളിൽ കടന്നു വരുന്നതാ. നീ ഒന്ന് ആശിച്ചു തുടങ്ങ്. നീ ഒരു കമ്പനി വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് ആശിച്ചു തുടങ്ങ്. ചിലരിന്ന് ആശിക്കാൻ തയ്യാറാക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനോട് വിളിച്ചു പറയാൻ പറയുന്നു, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് കഴിയാത്തതായിട്ടുള്ള ഒന്നുമില്ല. അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. 4 കാര്യങ്ങളാ ഇവിടെ അബ്രഹാം ചെയ്തത്. ഈ 4 കാര്യങ്ങളും ചെയ്യുമ്പോ അബ്രഹാമിന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്നാണ്? നിർജീവത്വം. സാറയുടെ ഗർഭത്തിന്റെ അനുഭവം നിർജീവത്വം. പ്രായം കഴിഞ്ഞു. ഹല്ലേലൂയ. പതിവുകൾ നിന്നു. ഈ ഒരു വാഗ്ദത്തം ഹല്ലേലൂയ ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാതിരിക്കുമ്പോഴാണ് അബ്രഹാം ഇവിടെ 4 കാര്യങ്ങൾ ചെയ്തത്. ഒന്ന് ഞാൻ പറഞ്ഞു, ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിക്കുവാൻ തയ്യാറായി. അടുത്ത് കാണുവാൻ സാധിക്കുന്നു, വിശ്വാസത്തിൽ ക്ഷീണിക്കാത്ത ഒരു അബ്രഹാമിനെ കാണുവാൻ സാധിക്കുന്നു. അടുത്ത് കാണുന്നു, വിശ്വാസത്തെ ശക്തിപ്പെട്ടിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തയ്യാറായി. അടുത്ത് കാണുവാൻ സാധിക്കുന്നു, വാഗ്ദത്തം ചെയ്ത ദൈവം പ്രവർത്തിപ്പാൻ ശക്തനെന്ന് നീ ഉറയ്ക്കുവാൻ തയ്യാറായി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, എബ്രായർ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ അബ്രഹാം ചെയ്തൊരു കാര്യമുണ്ട്. വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാ ദൈവം ശക്തനെന്ന് ഉറച്ചു വിശ്വസിച്ചു. ഹല്ലേലൂയ. ഈ പകൽക്കാലം ചിലതിനകത്ത് ഉറയ്ക്കുവാൻ കഴിയുമോ? ഉറയ്ക്കുവാൻ കഴിയാതെ സാഹചര്യങ്ങൾ കൊണ്ട് നിന്നെ ആടി ഉലയ്ക്കുന്ന അനുഭവമാണോ നിന്റെ ജീവിതത്തിനകത്ത്? പ്രിയ ദൈവ പൈതലേ, അത് നിന്റെ ജീവിതത്തിലുള്ള വാഗ്ദത്ത നിവൃത്തിയുടെ തടസ്സങ്ങളാ. അതിന് ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ട് നിന്റെ മേൽ പകരപ്പെട്ട സ്തോത്ര ദൈവിക വാഗ്ദത്തത്തെ ഓർത്തുകൊണ്ട് സ്തുതിക്കുക. ഇത് ദൈവമായി എനിക്ക് തന്നത്. ഹല്ലേലൂയ. നിന്നോട് പറഞ്ഞതായ ദൈവിക വാഗ്ദത്തങ്ങൾ, ദൈവിക അരുളപ്പാടുകൾ നിറവേറേണ്ട
ചെയ്യേണ്ടതിനു വേണ്ടി ജാഗരിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന് നിന്റെ മേൽ വാഗ്ദത്തം കൈമാറാ ഒരു ടൈം ഉണ്ടായിരുന്നുവെങ്കിൽ എപ്പോഴാണ് ആ വാഗ്ദത്തം നിന്റെ മേൽ വെളിപ്പെട്ടു വരേണ്ടതെന്നും അത് എപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതെന്ന് വാഗ്ദത്തം തന്ന സമയത്ത് ദൈവം കുറിച്ച് വച്ചിട്ടുണ്ട്. അതിനെ മാറ്റുവാനായിട്ട് ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയത്തില്ല. അതിനെ തടയുവാനായിട്ട് ഈ ലോകത്തിൽ ഒരു ശക്തിക്ക് കഴിയില്ല. അതെ, അത് നിന്റെ ശരീരത്തിന്റെ ഘടകങ്ങൾ മാറിപ്പോയാല്, നിന്റെ എക്സ്പീരിയൻസിന്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാല്, എന്തൊക്കെ തന്നെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നാല്, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്നോട് പറഞ്ഞതായ ദൈവിക സത്യങ്ങൾ ഹല്ലേലൂയ തക്ക സമയത്ത് തന്നെ ദൈവം നിറവേറ്റുവാനായിട്ടിടയായി തരും. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ആശയ്ക്ക് വിരോധമായിട്ട് നിനക്ക് ആശയോട് ഈ പകൽക്കാല കർത്താവിലൊന്ന് വിശ്വസിക്കാമോ? ചില വാഗ്ദത്തങ്ങൾ നിന്റെ കരത്തിൽ ലഭിക്കാൻ പോകുക, ചില വാഗ്ദത്തങ്ങൾ നിന്റെ കണ്ണിന് മുമ്പിൽ കാണാൻ പോകുക, ചില വാഗ്ദത്ത നിവൃത്തിയുടെ ഒരു ടൈം അത്രേ. ഹല്ലേലൂയ. അബ്രഹാം ചെയ്ത ഒരു കാര്യം, സ്തോത്രം, ആശയ്ക്ക് വിരോധമായി. ഓ ഹല്ലേലൂയ, സ്തോത്രം. ചിലതൊന്ന് ആശിച്ചു തുടങ്ങ്. സ്തോത്രം, ഹല്ലേലൂയ. ഒത്തിരി നാൾ കൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്നില്ലേ? ഒത്തിരി കാലം കൊണ്ട് നീ ക്ഷീണിച്ച് തളർന്നിരിക്കുന്നില്ലേ? ആശയ്ക്ക് വിരോധമായിട്ട്. ഹല്ലേലൂയ. ആശിക്കാൻ ഒരു വകയുമില്ല. ഇനി ഞാൻ ഒരു വിടുതൽ പ്രാപിക്കും, എന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്കൊരു മാറ്റം ലഭിക്കും. യാതൊരു സാഹചര്യവുമില്ലായിരിക്കാം. അതിന് വിരോധമായി നീ ഒന്ന് ആശിക്കാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ആശയോടെ ഒന്ന് വിശ്വസിക്കേ. സ്തോത്രം. ഏത് പ്രതികൂല സാഹചര്യത്തിന്റെ മധ്യത്തിലും ദൈവം പ്രവർത്തിപ്പാൻ ശക്തനെന്ന് നീ വിശ്വസിക്കേ. അങ്ങനെക്ക് ഈ പകൽക്കാലം ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ ആര് വിശ്വസിക്കുന്നുവോ അവരുടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. സാറയുടെ നിർജീവിത്വം ആയിരുന്നപ്പോഴും 90-ാം വയസ്സിൽ അവിടെ ഗർഭത്തിനകത്ത് ഒരു തലമുറ ഉരുവാക്കി കൊടുത്ത് വാഗ്ദത്തം ചെയ്തത് നിറവേറ്റി കൊടുത്തതായ ദൈവം. ഹല്ലേലൂയ. പൂർവ്വ പിതാക്കന്മാർക്ക് വേണ്ടി അത്ഭുതം ചെയ്തതായ ദൈവം നിന്റെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിപ്പാൻ ശക്തനത്രേ. സ്തോത്ര. നീ വിശ്വസിക്കുക. അത് നിന്റെ തലമുറയുടെ വിഷയത്തിനകത്ത്, നിന്റെ കുടുംബജീവിതത്തിനകത്ത് ആയിക്കൊള്ളട്ടെ, ഏത് മേഖലയ്ക്കകത്ത് ആയിക്കൊള്ളട്ടെ. സ്തോത്രം. അതിനെ നീ വിശ്വസിക്കുക. ഹല്ലേലൂയ. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അവനോട് കൽപ്പിച്ചു. നിന്നോട് ദൈവം കൽപ്പിച്ചതിനെ നീ അതിന് ഏറ്റെടുത്തുകൊണ്ട് നീ വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. പ്രിയ ദൈവ പൈതലെ, ഒരു പോസ്കനെ പോലെ നീ ചിലതൊക്കെ വിശ്വസിക്കുന്നില്ലേ? പ്രതികൂലങ്ങൾ ആയിട്ടും ആരും നിന്റെ കൂടെ നിൽക്കാൻ ഇല്ലാതിട്ട് നീ ചില ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് ഹല്ലേലൂയ നീ ദൈവസന്നിധിയിൽ നിൽക്കുന്ന വ്യക്തിയാണോ? ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീതിയായി ദൈവം കണക്കിടാൻ പോകുക. നിന്റെ ജീവിതത്തിനകത്ത് ചിലത് വെളിപ്പെട്ട് വരാൻ പോകുക. നിന്റെ ജീവിതത്തിനകത്ത് ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. ഈ പകൽക്കാലം വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. യഹോവയെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അങ്ങനെ നീ ചിലരുടെ മധ്യത്തിൽ പറഞ്ഞില്ലേ, എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, ഞാൻ എന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഹല്ലേലൂയ വിടുതലുകൾ അയക്കുമെന്ന് നീ ചിലരുടെ മധ്യേ പറഞ്ഞില്ലേ, അതിനെ ദൈവം നീതിയായി കണക്കിടാൻ പോകുക. നിന്റെ കരത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് ആ വാഗ്ദത്തങ്ങൾ നിറവേറ്റി തരാൻ പോകുക. നീ ഒരു വാക്ക് വിശ്വാസത്തിൻ്റെത് മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, മറന്നു കളയുന്ന ഒരു കാര്യമല്ല, ദൈവമല്ല. നീ ആരുടെ മധ്യ ദൈവത്തെ ഉയർത്തുവാൻ തയ്യാറായിട്ടുണ്ടോ? നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കുമെന്ന് ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുവെങ്കിൽ നീ ദൈവത്തെ മാനിച്ച് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് നീ ദൈവത്തെ ഉയർത്തുവാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, നിന്നോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങളെ ദൈവം മറന്ന് കളയത്തില്ല. നിന്നോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങളെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ടിടയത്തില്ല. അങ്ങനെ ഈ പകൽക്കാലം സ്തോത്ര, സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം, യാതൊന്നും നടക്കുവാനായിട്ടുള്ള യാതൊരു സാഹചര്യവും ഇല്ലായിരിക്കാം, സർട്ടിഫിക്കറ്റ് നിന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടായിരിക്കാം, ഹല്ലേലൂയ ഇനി ഒരു ജോലി ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ് നിന്നെ പുറത്തേക്ക് വിട്ട അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ കാണുമായിരിക്കാം. നിന്റെ ആത്മീയ മേഖലയ്ക്കകത്ത് അടുത്തൊരു തലം ഓപ്പൺ ചെയ്യുവാനായിട്ടുള്ള സാഹചര്യം കാണില്ലായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആശയ്ക്ക് വിരോധമായിട്ട് ഈ പകൽക്കാലം നീ ആശയോടൊന്ന് വിശ്വസിക്കേ, ദൈവപ്രവൃത്തി വെളിപ്പെടും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കരം ചലിക്കണം.
ആശയ്ക്ക് വിരോധമായി ആശയോടെ അബ്രഹാം വിശ്വസിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് കണ്ടു. ദൈവത്തിന്റെ വാഗ്ദത്തം വെളിപ്പെട്ടു. അപ്പാ ഈ ജനം കർത്താവെ ആശയ്ക്ക് വിരോധമായിട്ട് അവർ ആശയോടെ വിശ്വസിച്ചു തുടങ്ങുമ്പോ ഈ പകൽക്കാലം അവരുടെ ജീവിതത്തിനകത്ത് നിർജീവാവസ്ഥകളായിരിക്കാം. ചിലതൊക്കെ നടക്കുവാനുള്ള യാതൊരു സാഹചര്യമില്ലായിരിക്കാം. എന്നാൽ എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് അങ്ങ് ഞങ്ങളോട് ചോദിച്ചതുപോലെ അപ്പാന്റെ കാര്യം ഈ പ്രിയപ്പെട്ടവരുടെ ചലിക്കട്ടെ. ചില വാഗ്ദത്തങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ. അകത്തളങ്ങളിൽ കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ ഇവര് വിശ്വസിച്ചു തുടങ്ങുന്ന നിമിഷം മുതൽ കർത്താവ് ഇവരുടെ ജീവിതത്തിനകത്ത് പൊങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തി, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ആരെല്ലാം ഏതെല്ലാം വിഷയത്തിനകത്ത് ഭാരത്തോടെ ആയിരിക്കുന്നുവോ അവരുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടണ. ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ മേ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ സൗഖ്യം തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. കർത്താവേ, അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.